ഓണാക്കിയോ? ഹലോ ഗൈസ്, നമ്മൾ ആർഷിന്റെ പുതിയ കല്യാണമല്ല, ഒന്നാം കല്യാണം, ഗുരുവായൂർ കല്യാണത്തിലാണ് വന്നിരിക്കുന്നത്. ചെറുക്കനെ വേണം തോന്നിക്കുന്നത്. ചെറുക്കനെ വേണം. കല്യാണമോ കഴിഞ്ഞ് കുറച്ചു നേരമായി. അതിന്റെ ഇടയിൽ എവിടെയെങ്കിലും നമുക്ക് വീഡിയോ ഇടാം. പുതിയ ക്യാമറമാൻ ചെറുക്കന്മാരെ കണ്ടു. അമ്മയ്ക്കൊന്നും പറയാനില്ല. ചേട്ടനെ കാണിച്ചോടാ, വയറൊക്കെ ഉള്ളിൽ പിടിക്കാനാണ് ഇതൊന്നും. പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ലേറ്റ് ആയി പോയതല്ലേ. എന്തോ ഒരു പ്രശ്നം. വെച്ച് നോക്കുമ്പോ ഇതൊരു സുഖപ്പെടുന്നു. സബിൻ സാറിനെ കാണിച്ചു. സബിൻ സാറിനെ നിറഞ്ഞ പുഞ്ചരിയോടെ കല്യാണ ചെറുക്കനെ നോക്കുന്ന സബിൻ. ഫോട്ടോഷൂട്ട്. പക്ഷെ ഇതൊന്നും വെളിയിൽ കാണൂല, അതാണ് ഇതിന്റെ ഒരു ഫോട്ടോ പോലും വെളിയിൽ കാണിക്കൂല. നല്ല ഫ്രെയിമാണോ? എന്ത് ഫ്രെയിമാ അച്ഛൻ്റെ ഫ്രെയിം. ആദർശ മാമന്റെ കിച്ചു മാമന്റെ കല്യാണത്തിനെ പറ്റി 2 വാക്ക് പറയോ? കിച്ചു മാമന്റെ കല്യാണത്തിനെ പറ്റി 2 വാക്ക് ചെറുതായിട്ടെങ്കിലും ഒന്ന് പറ. എങ്ങനെ ഉണ്ടായിരുന്നു? ഫോട്ടോ എടുക്കാത്തോണ്ട് പിണക്കം. ഫോട്ടോ എടുത്ത് പിണക്കം. അങ്ങനെയില്ല പിണക്കൊന്നുമില്ല. നല്ല വെച്ചാൽ ബാബാ 6 പറയണോ? അത് രഹസ്യം പറയട്ടോ? വേണ്ട വാ. സബിനെ ചൊട്ടനെ പറ്റി എന്തൊരു കല്യാണത്തിനെ പറ്റി ഇന്നലെ തൊട്ട് കളിയാ. നീയാണ് മൊത്തം കുളമാക്കിയത്. വണ്ടി കയറി എന്റെ ഭാഗത്തുനിന്ന് ചെറിയ ചെറിയ മിസ്റ്റേക്കുകൾ ഉണ്ടെങ്കിൽ അത് വിദഗ്ധമായി ഞാൻ അതെല്ലാം സോർട്ട് ചെയ്ത് ട്രെയിൻ മാറിപ്പോയി. ഇന്ന് കല്യാണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വളരെ മംഗളകരമായി എന്റെ നമ്മളുടെ മേൽനോട്ടത്തിൽ അവസാനം ഞാൻ കൊണ്ട് ക്ലിക്കാക്കി. ആർഷിന്റെ കല്യാണത്തിനെ പറ്റി 2 വാക്ക്. എങ്ങനെ ഉണ്ടായിരുന്നു ഗുരുവായൂർ കല്യാണം? എങ്ങനെ ഉണ്ടായിരുന്നു? ഇതാണ് നമ്മുടെ ആദർശിന്റെ അച്ഛൻ ശ്രീകണ്ഠൻ മാമൻ. 2 വാക്ക്. കല്യാണം എങ്ങനെ ഉണ്ടായിരുന്നു? അടുത്ത കല്യാണം 28-ാം തീയതിയാണ് ബാക്കിയെന്ന്. ഇതിപ്പോ നമ്മള് കുറച്ച് പേര് മാത്രം, നമ്മൾ വലിഞ്ഞേറി വന്ന കുറച്ച് ആൾക്കാരും. ഇനി അടുത്തതായി നമുക്ക് ശങ്കറിന്റെ അടുത്ത് ചോദിക്കാം. ശങ്കർ സാർ, മേജർ എന്താണ് ആർസിന്റെ കല്യാണത്തിനെ പറ്റി പറയൂ. വളരെ നല്ല അഭിപ്രായമാണ്. എനിക്ക് നല്ല അഭിപ്രായമല്ല, അഴിക്കാണ് പറയാനുള്ളത്. തുടക്കത്തില് ചില ഭാഗപ്പേവുകൾ മാത്രം, ബാക്കിയെല്ലാം ഓക്കെ. നല്ല ഫുഡും കിട്ടിയില്ല. പുറത്ത് പറയാൻ പറ്റത്തില്ല. എന്തെങ്കിലും കള്ളു കുടിക്കാൻ വേണ്ടി ഇവിടെ കിടന്ന് ഓടേണ്ടി വന്നു. ഒളിച്ചു വെക്കുകയാണ്. വളരെ നല്ല കല്യാണമായിരുന്നു. അങ്ങനെ സച്ചു വ്ളോഗിന്റെ ഇടയിൽ കൂടെ എന്നെ എടുക്കട വ്ളോഗിന്റെ ഇടയിൽ കൂടെ തെണ്ടി നമ്മളെ ചതിച്ചുകൊണ്ട് പോയിരിക്കുകയാണ്. എന്നിട്ട് ഇപ്പൊ തിരിച്ചു വന്നിട്ട് ഞാൻ കൊടുക്കും. തിരിച്ചു ചെറുക്കന്റെ കല്യാണത്തിന് പോയി ഫോട്ടോ എടുക്കണ്ടേ? എവിടെ അടുത്ത ഷൊണ്ണ? എവിടെ അടുത്ത കണ്ണാപ്പി 2 കണ്ണന്മാർ. 2 കണ്ണന്മാരുടെ ഇടയിൽ ഒരു കൃഷ്ണനും ചൊട്ടയും. ഇത് 2 കണ്ണച്ചേട്ട, ഇതും കണ്ണച്ചേട്ട, ഇതും കണ്ണച്ചേട്ട. 2 കണ്ണന്മാരുടെ ഇടയിൽ ഒരു കൃഷ്ണയും ഒരു ചൊട്ടയും. ശ്യാമണ്ണാണ് ഇപ്പൊ വന്ന് കയറിയത്. വലിഞ്ഞ് ശ്യാമണ്ണനാണ് നമ്മുടെ എന്തൊക്കെ പറഞ്ഞു. ക്യാമറാമാൻ ചേട്ടന്മാരൊക്കെ വൻ സപ്പോർട്ടാണ്. കാണിച്ചു നമ്മളെ ക്യാമറാമാൻ ചേട്ടന്മാർ. ആരും ചേട്ടൻ
ഞാൻ കണ്ണടച്ചാൽ നോക്കാം. കുറച്ച് ആർസിനൊക്കെ നല്ല സംസാരിക്കാൻ. പറയട്ടെ. മതി മതി, കഴിഞ്ഞു കഴിഞ്ഞു. ഒരു ഫോട്ടോ ഈ ഫോട്ടോ ബ്ലോഗാണ് ബ്രോ, ഇത് ബ്ലോഗാണ് ബ്രോ, ഇത് കട്ട് ചെയ്യാൻ പറ്റൂല. നിങ്ങൾ അച്ഛൻ്റെ ഫോൺ അച്ഛൻ്റെ ആർസിന്റെ കല്യാണം ഇനി അടുത്ത തീറ്റയാണ്. ഷൊട്ടേരെ കല്യാണം കല്യാണം എങ്ങനെ ഉണ്ടായിരുന്നു? ഈ കുറച്ചൊന്ന് ലേറ്റ് ആയാലും എല്ലാം കറക്റ്റ് സമയത്ത് നടക്കും. ഒന്ന് ആദ്യം തിരിച്ചെങ്കിലും പിന്നെ സബിനെ പറ്റിയാണ് എല്ലാവർക്കും കുറ്റം പറയാറ്. സബിനാണ് ട്രെയിൻ വരാൻ. അടുത്തതായിട്ട് പിന്നെ പറയേണ്ടത് ഗുരുവായൂരത്തെ കല്യാണം. സാമണ, ഗുരുവായൂരത്തെ കല്യാണം എങ്ങനെ ഉണ്ടായിരുന്നു? നിങ്ങളെ എത്രാമത്തെ ഗുരുവായൂർ കല്യാണം? ഞാൻ ആദ്യം ഗുരുവായൂർ പിന്നെ എനിക്കൊരു അബദ്ധം പറ്റി. എന്തൊരു കല്യാണം കഴിച്ചത് അബദ്ധം? കല്യാണം കഴിച്ച അബദ്ധം പറ്റിയ എനിക്ക് നന്ദി പറയാം. ഭാര്യ വിളിച്ചതാണ്. സഖാക്കന്മാരൊക്കെ ഗുരുവായൂർ കല്യാണം കണ്ടിട്ട് ഇളവിയിട്ടുണ്ട്. സത്യം. പക്ഷെ ആഹാരം ഇടുവെന്ന് പറഞ്ഞ ആൾക്കാരൊക്കെ ഗുരുവായൂർ കല്യാണം കണ്ടപ്പോൾ ഒന്ന് ഒന്ന് കെട്ടിയാ കൊള്ളാമായിരുന്നു. അതിന്റെ പാടൊക്കെ വരുന്നുണ്ട്. മനസ്സിലായടാ. നിങ്ങൾ എത്രാമത്തെ ഗുരുവായൂർ കല്യാണം? ഗുരുവായൂർ കല്യാണത്തിന് കല്യാണം ഞാൻ വന്ന സമയത്ത് 2 കല്യാണം കണ്ടിട്ടുണ്ട്. ആദ്യത്തത് ഞാനും സാംനാഥൻ ഒരുമിച്ചിട്ടില്ല. ഞാൻ 2 വർഷം കൂടെ കിട്ടിയത്. അവിടെ എന്തോ രഹസ്യം പറഞ്ഞു. ഒരു മൈക്ക് അവരെ ഇരിക്കുകയാണ്. ആ രഹസ്യം ഫുള്ള് നമുക്ക് കേൾക്കാം. ലൈവ് ആണെങ്കിൽ ആക്കാം നമുക്ക്. നീ ഇവിടെ കിടന്ന് സംസാരിക്കണ്ടേ? ഒരു മൈക്ക് എന്താ മാന്യത ഇല്ലാതെ സംസാരിക്കുന്നത്? ഇത് അത് ഏത് കുട്ടിയാ? കേട്ടോ, ഇപ്പഴേ കേട്ടോ. നീ പറയുന്ന രഹസ്യങ്ങളെല്ലാം പരസ്യമാണ്. എനിക്കറിഞ്ഞു. ഇതിപ്പോ അഡ്രസ് വേണ്ട. ഇല്ല, ഇത് നമുക്ക് ആനക്കുട്ടിയിൽ പോയി വീഡിയോ എടുക്കാൻ പറ്റുക. ഇപ്പോഴുണ്ടോ നമുക്ക് അടുത്ത വേറെ സ്ഥലത്ത് പോകാൻ പറ്റാ. ഇവിടെ ഇനിയിപ്പോ ഇത് തന്നെ വേറെ എവിടെയെങ്കിലും കൊണ്ടുപോവാ. ഫോട്ടോ എടുക്കാൻ പോകും. ആനക്കുട്ടിയിൽ പോകും. ആനക്കുട്ടിയിൽ അപ്പുറത്ത് എല്ലാ വീടും കേൾക്കല്ലേ, എല്ലാ വീടും എടുത്ത് കേൾക്കല്ലേ. വളരെ മോശം. അവരെ മാറ്റി എടുത്തിട്ട് അവരെ മാറ്റിട്ട് എന്നെ അവിടെ ചേർന്ന് മണ്ടനല്ല തോന്നുന്നു. ഞാൻ ഒപ്പിച്ചുതരാം. പക്ഷെ ഡ്രസ് മാറി. അതായിരുന്നു കുറച്ച് കട്ട് ചെയ്തത്.